കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു സംസാര വിഷയമാണ് രേണുസുതി പറഞ്ഞ ചില പ്രസ്താവന. മലയാളികൾ ഒരുപാട് പേര് സ്നേഹിക്കുന്ന ഒരു താരമാണ് രേണുസുതി. സുധിയുടെ മരണശേഷമാണ് രേണുസുതി സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായത്. സുധിയുടെ മരണശേഷം രേണുസുതിക്ക് വലിയ രൂപത്തിലുള്ള വളർച്ച തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. കഴിഞ്ഞ ദിവസം രേണുസുതി തുറന്നു പറഞ്ഞ ഒരു പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഇതുവരെ വിവാഹത്തിനെ പറ്റിയ ഒരു ചിന്തയും തനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുറച്ചായി വിവാഹം കഴിക്കാനുള്ള ചിന്തകളെല്ലാം വന്നു തുടങ്ങി. തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് രേണുസുതി ഈ കാര്യം തുറന്നു പറഞ്ഞത്. വിവാഹത്തിനെ പറ്റിയുള്ള ആലോചനകളെല്ലാം തന്നെ തനിക്ക് ഒരുപാട് വരുന്നുണ്ട് എന്നും രേണുസുതി ഇതിനോടകം വ്യക്തമാക്കിയതാണ്. രേണുസുതി തേടുന്നത് വെറുമൊരു മനുഷ്യനെയല്ല, തന്നെയും തന്റെ കുഞ്ഞുങ്ങളെയും അത്രമേൽ സ്നേഹിക്കുന്ന, ഒരിക്കലും വിട്ടിട്ടു പോകാത്ത, അത്രയും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കൂടിയാണ്. രേണുസുതി ആരാണെന്ന് അത് ഇതുവരെ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ കൂടി രേണുസുതിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ ആരായിരിക്കും എന്ന ചോദ്യം ഇപ്പോഴും പ്രേക്ഷകർക്കിടയിൽ നടക്കുകയാണ്. ഇനി ഒരു കൂട്ട് വേണം എന്നൊക്കെ തോന്നുന്നുണ്ട്. ആദ്യമെല്ലാം തന്നെ വിവാഹത്തെപ്പറ്റിയൊന്നും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ തന്നെയും തന്റെ മക്കളെയും ഒരേപോലെ പൊന്നുപോലെ നോക്കാൻ കഴിയുന്ന ഒരാൾ വന്നാൽ വിവാഹത്തെപ്പറ്റി വീണ്ടും ആലോചിക്കുമെന്നും രേണുസുതി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. മുൻപ് വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ പ്രസ്താവന താൻ മാറ്റുന്നു എന്നും രേണുസുതി ഇതിനോടകം കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രേക്ഷകർ ചോദിക്കുന്നത് മറ്റൊരു കാര്യമാണ്: സുധിയെ മറന്നോ? സുധിയെ മറന്ന് ഇത്ര പെട്ടെന്ന് വേറൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പ്രേക്ഷകരും ചോദിക്കുന്നു. എന്നാൽ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകൾ ചോദിക്കുന്ന കാര്യം മറ്റൊരു കാര്യമാണ്: അവർക്കും ഒരു ജീവിതം വേണ്ടേ? എന്തിനാണ് അവരെങ്ങനെ കഷ്ടപ്പെടുന്നത്? കൂടെ ഒരു ജീവൻ ഉള്ളത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കാതെ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കൂ എന്ന് പ്രേക്ഷകരും കുറെ പേര് പറയുന്നുണ്ട്. എന്നിരുന്നാൽ ആരായിരിക്കും രേണുസുതിയുടെ വരുംകാല ഭർത്താവ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. രേണുസുതി പറയുന്നതനുസരിച്ച് രേണുസുതി ആരാണെന്ന് ഇതുവരെ വ്യക്തമാക്കിയും തന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിനെ പറ്റി എല്ലാം തന്നെ ഒരുപാട് ചർച്ചകളും രേണുസുതിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ബിനു അടിമാലി അതിന് നൽകിയ പ്രസ്താവനയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു. അവർ ജീവിക്കാനുള്ള മാർഗമല്ലേ, അവർ ജീവിച്ചോട്ടെ എന്നുമാണ് ബിനു അടിമാലി നടത്തിയ പ്രസ്താവന. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.